ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന കഥ നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലെ അപ്പു ഉണ്ണി എഴുതിയ കഥയാണ്. അദ്ദേഹം എനിക്ക് കഴിഞ്ഞ ദിവസമാണ് കഥ അയച്ചു തന്നത്. ഞാൻ നല്ല രീതിയിൽ തന്നെ പറയാൻ ശ്രമിക്കാം. അതുകൂടാതെ കഥയ്ക്ക് വേണ്ടിയുള്ള വിഷ്വൽസ് ഞാൻ മാക്സിമം വയ്ക്കാം. നേരെ നമുക്ക് കഥയിലേക്ക് കടക്കാം. ഇതൊരു കഥയാണ്, അല്ലെങ്കിൽ മുണ്ടക്കയം മലനിരകളിൽ ഒരു പേമാരിയോടൊപ്പം പെയ്തിറങ്ങിയ ഒരു ഭീകരമായ രാത്രിയുടെ ഓർമ്മയാണ്. നിങ്ങൾ കേൾക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ആ രാത്രിയിലേക്കൊന്ന് പോകാം. വർഷം 2018. കോട്ടയത്തെ പുലിക്കോട്ട് എസ്റ്റേറ്റിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബംഗ്ലാവ്. ചോർന്നൊലിക്കാത്ത മേൽക്കൂരയില്ലാത്ത ആകാശം എന്നൊക്കെ കവികൾ പാടും. പക്ഷേ അന്ന് രാത്രി അത് അക്ഷരാർത്ഥത്തിൽ ശരിയായിരുന്നു. പെരുമഴയുടെ ഭീകരമായ സംഗീതം കേട്ട് മലയോരം വിറങ്ങലിച്ചുറങ്ങുകയാണ്. ആ ബംഗ്ലാവിൻ്റെ ഉള്ളിൽ എസ്റ്റേറ്റ് മാനേജറായ ജോസഫും അവൻ്റെ പ്രിയപ്പെട്ട ഭാര്യ അന്നയും ആ തണുപ്പിൽ പരസ്പരം ചേർന്നിരിപ്പുണ്ട്. പുറത്ത് കാറ്റ് ആർത്തലയ്ക്കുന്നു. അന്നയ്ക്ക് വല്ലാത്തൊരു പേടി. അവൾ ഭർത്താവിനോട് പറഞ്ഞു, ജോസഫ്, ഈ മഴയ്ക്കെന്തോ ഒരു അശുഭത്വമുണ്ട്. അവൾ പറഞ്ഞു തീർന്നില്ല. അപ്പോഴാണ് അത് സംഭവിച്ചത്. ഭൂമി പിളരുന്ന പോലൊരു ശബ്ദം, ഒരു പ്രകമ്പനം, മലയുടെ ഒരു ഭാഗം അടർന്ന് താഴേക്ക് പായുന്നതിൻ്റെ ഇരമ്പൽ, ഉരുൾപൊട്ടൽ. അവർക്ക് പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ല. ആ രാത്രി മുഴുവനും ആ മുറിക്കുള്ളിൽ അവർ ഭയന്ന് വിറച്ച് കഴിച്ചുകൂട്ടി. അങ്ങനെ നേരം വെളുത്തു. പുറത്തിറങ്ങിയ ജോസഫ് കണ്ട കാഴ്ച, എൻ്റെ കർത്താവേ, ഹൃദയം പിളർന്നു പോകും. ബംഗ്ലാവിന് തൊട്ട് പിന്നിലെ കുന്ന് ഒലിച്ചു പോയിരിക്കുന്നു. നാശനഷ്ടങ്ങൾക്കിടയിലൂടെ നടന്നു പോകുമ്പോഴാണ് അവനത് കണ്ടത്. അവിടെ വെച്ചാണ് കഥയുടെ ഗതി മാറുന്നത്. മണ്ണിടിഞ്ഞുണ്ടായ ഒരു ഗർത്തത്തിൻ്റെ വശത്ത് എന്തോ ഒന്ന്, ഒരു കരിങ്കൽവാതിൽ പോലെ, നൂറ്റാണ്ടുകളായി മണ്ണിനടിയിൽ മറഞ്ഞു കിടക്കുന്ന ഒരു രഹസ്യ അറയുടെ വാതിലായിരുന്നു അത്. കൗതുകം കൊണ്ട് ജോസഫ് അതിൻ്റെ മണ്ണ് മാറ്റി കരിങ്കൽപ്പാളി നീക്കിയപ്പോൾ പഴകിയ മണ്ണിൻ്റെ ഒരു ഗന്ധത്തോടൊപ്പം ഒരു ചെറിയ മുറി അവൻ കണ്ടു. നടുവിലായി ഒറ്റത്തടിയിൽ തീർത്തൊരു വലിയ പെട്ടി. അതൊരു സാധാരണ പെട്ടിയായിരുന്നില്ല. കറുത്ത എണ്ണക്കറുപ്പുള്ള ഒരു തരം മരത്തിൽ തീർത്തോന്നു. അതിലെ കൊത്തുപണികൾ അതിവിചിത്രമായിരുന്നു. വേദനിക്കുന്ന മനുഷ്യമുഖങ്ങൾ, കിട്ടുപിണഞ്ഞ സർപ്പങ്ങൾ, മരണത്തെ ആകർഷിക്കുന്ന എന്തോ ഒന്ന്. ഏതൊരാളും ഭയന്ന് പിന്മാറുന്ന ആ നിമിഷത്തിൽ ജോസഫ് ആ തെറ്റ് ചെയ്തു. അവൻ ആ പെട്ടി വീട്ടിലേക്ക് കൊണ്ടുവന്നു. സ്വന്തം സമാധാനം എന്നേക്കുമായി നഷ്ടപ്പെടുമെന്നറിയാതെ. അന്നു മുതൽ ആ വീട്ടിൽ വിചിത്രമായ സംഭവങ്ങൾ തുടങ്ങി. രാത്രിയിൽ കാലൊച്ചകൾ, ആരോ നോക്കി നിൽക്കുന്ന പോലെ, പെട്ടിക്കുള്ളിൽ നിന്നും നേർത്ത ഞെരുക്കങ്ങൾ. പാവമന്ന, അവൾക്ക് ഭ്രാന്താകുന്നത് പോലെയായി. ജോസഫ് ആകെ മാറി. അവൻ കൂടുതൽ സമയവും ആ പെട്ടിയുടെ അരികിൽ ചെലവഴിച്ചു. അവൻ്റെ കണ്ണുകൾക്ക് താഴെ കറുപ്പ് പടർന്നു. ഒരു രാത്രി അന്ന ഞെട്ടിയുണർന്നത് ജോസഫിൻ്റെ നിലവിളി കേട്ടാണ്. അവൻ പെട്ടിയുടെ മുകളിൽ കൈവച്ച് ഭ്രാന്തമായി പുലമ്പുന്നുണ്ടായിരുന്നു. അവൻ എന്നെ വിളിക്കുന്നു അന്നേ, അവന് പുറത്തു വരണം. അപ്പോഴാണ് അന്ന ആ പെട്ടിയിലെ സർപ്പത്തിൻ്റെ കണ്ണുകൾ ചുവന്ന് തിളങ്ങുന്നത് കണ്ടത്. അവൾക്ക് മനസ്സിലായി, അതൊരു നിധിയല്ല, നൂറ്റാണ്ടുകളായി ബന്ധനസ്ഥയായ ഒരു ചെകുത്താനാണെന്ന്. ഉരുൾപൊട്ടൽ അതിൻ്റെ തടവറയാണ് തകർത്തത്. അവർ രണ്ടുപേരും കൂടി ആ പെട്ടി വലിച്ചഴിച്ച് തിരികെ ആ നിലവറയിൽ കൊണ്ടിട്ടു. കരിങ്കൽവാതിൽ അടയ്ക്കാൻ ശ്രമിക്കുമ്പോൾ പെട്ടിയുടെ അടപ്പ് തനിയെ ഉയർന്നു. ഉള്ളിലെ ഇരുട്ടിൽ നിന്ന് രണ്ട് തീക്കണ്ണുകൾ അവരെ തുറച്ചു നോക്കി. ഒരു ഭീകരമായ അലർച്ചയോടെ ജോസഫ് ആ വാതിൽ തള്ളിയടച്ചു. അവൻ ഓടി രക്ഷപ്പെട്ടെന്നാണോ നിങ്ങൾ കരുതിയത്? ഇല്ല. ചില തിന്മകൾ നമ്മൾ പോകുന്നിടത്തെല്ലാം ഒരു നിഴല് പോലെ കൂടെ വരും. അവർ എറണാകുളത്തേക്ക് താമസം മാറി. പക്ഷേ ജോസഫിൻ്റെ ഉള്ളിൽ ആ ചെകുത്താൻ്റെ ഒരു അംശം കയറിക്കൂടിയിരുന്നു. അവൻ രാത്രിയിൽ വിചിത്രമായ ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. മുണ്ടക്കയം ഇരിക്കുന്ന ദിശയിലേക്ക് നോക്കി മണിക്കൂറുകളോളം നിന്നു. ഒരു ദിവസം അന്ന കണ്ടത് അവനൊരു മേശയിൽ ആ പെട്ടിയിലുണ്ടായിരുന്ന അതേ ഭീകര രൂപങ്ങൾ കൊത്തിവെക്കുന്നതാണ്. അവരവിടെ നിന്ന് ഓടിപ്പോകുന്നത് കൊണ്ട് ഒന്നും അവസാനിച്ചിട്ടില്ലെന്ന് അന്ന തിരിച്ചറിഞ്ഞു. ആ ചെകുത്താൻ ജോസഫിനെ തിരികെ വിളിക്കുകയാണ്. അവൾക്ക് കേട്ടറിവുള്ള കല്ലിടുക്കിൽ പള്ളിയിലെ ഫാദർ ഡൊമിനിക്കിൻ്റെ അടുത്തേക്ക് അവർ പോയി. ആ വൃദ്ധനായ പുരോഹിതൻ എല്ലാം കേട്ടുകഴിഞ്ഞ് പറഞ്ഞു, മോളെ, അതൊരു പെട്ടിയല്ല, നിലവറയാണ്, ദുരാത്മാക്കളെ ബന്ധിക്കുന്ന തടവറ. ഉരുൾപൊട്ടലിൽ അതിൻ്റെ ബന്ധനം ദുർബലമായി. ജോസഫ് അതിൽ തൊട്ടപ്പോൾ ആ ദുരാത്മാവ് അവൻ്റെ ആത്മാവുമായി ഒരു ബന്ധമുണ്ടാക്കി. അപ്പോൾ അത് ജോസഫിനെ ഒരു താക്കോലായി ഉപയോഗിച്ച് പുറത്തു വരാൻ ശ്രമിക്കുകയാണ്. പിന്നെ ഒട്ടും വൈകിയില്ല. ഫാദർ ഡൊമിനിക്കും അവരും കൂടി പുലിക്കോട്ട് എസ്റ്റേറ്റിലേക്ക് തിരിച്ചുപോയി. ആ നിലവറയുടെ മുന്നിൽ അവസാനത്തെ പോരാട്ടത്തിനായി. ഫാദർ പ്രാർത്ഥനകൾ തുടങ്ങിയതും ജോസഫ് അട്ടഹസിക്കാൻ തുടങ്ങി. അത് ജോസഫിൻ്റെ ശബ്ദമായിരുന്നില്ല.
നിലവറയിൽ നിന്നും കറുത്ത പുകച്ചുരുൾ പുറത്തേക്ക് വന്നു. ബലി നൽകപ്പെട്ടവരുടെ വേദനിക്കുന്ന ആത്മാക്കളായി രൂപമെടുത്തു. അവർ ജോസഫിന് കാവൽ നിന്നു. അപ്പോഴാണ് ആ ചെകുത്താൻ ഫാദർ ഡൊമിനിക്കിനോട് ചോദിച്ചത്, നിനക്കെന്നെ ഓർമ്മയില്ലേ ഡൊമിനിക്? 30 വർഷം മുമ്പ് പീറ്റർ എന്ന ചെറുപ്പക്കാരന്റെ ശരീരത്തിൽ നിന്നും എന്നെ ഒഴിപ്പിക്കാൻ വന്ന തോറ്റുപോയ അതേ പുരോഹിതൻ. ഫാദർ ഞെട്ടിത്തെരിച്ചു. അതൊരു പഴയ പരാജയത്തിന്റെ ഓർമ്മപ്പെടുത്തലായിരുന്നു. നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ തടവിലായെന്നാണോ? ആ രൂപം ചിരിച്ചു. വിഡ്ഢികൾ, ഇതൊരു തടവറയല്ല, എൻ്റെ ഗർഭപാത്രമാണ്. ഉരുൾപൊട്ടൽ ഞാൻ തന്നെ ഒരുക്കിയ വഴിയാണ്. ജോസഫ് എൻ്റെ താക്കോലല്ല. ഈ ലോകത്തേക്ക് പിറന്നു വീഴാൻ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ശരീരമാണ്. എല്ലാവരും തകർന്നുപോയി. അതൊരു ഒഴിപ്പിക്കലല്ല, ഒരു ജനനം തടയുന്നതിനുള്ള പോരാട്ടമായിരുന്നു. അപ്പോഴാണ് ഫാദർ ഡൊമിനിക്ക് ആ ഭീകരമായ പരിഹാരം പറഞ്ഞത്. ആത്മാവിനെ ജോസഫിൽ നിന്നും വേർപെടുത്തി ജീവനുള്ള മറ്റൊരാൾ സ്വയം ഏറ്റെടുത്ത് പുതിയ തടവറയായി മാറണം. ലോക അവസാനം വരെ ആ ചെകുത്താനോടൊപ്പം ഒരേ ശരീരത്തിൽ ഒരേ നിലവറയിൽ ബന്ധനസ്ഥനാകണം. ഫാദർ അതിനുവേണ്ടി തയ്യാറായി. പക്ഷെ ആ ചെകുത്താൻ ഒരു പടി കൂടി മുന്നിലായിരുന്നു. അതൊരു കെണിയായിരുന്നു. അവനൊരു പുതിയ തടവറയല്ല വേണ്ടത്. അവൻ്റെ ജനനം പൂർത്തിയാക്കാൻ ഒരു ബലിയാണ് വേണ്ടത്. അവൻ ഫാദറിനെ ആക്രമിച്ച് നിലത്തിട്ടു. എല്ലാം അവസാനിച്ചു എന്ന് തോന്നിയ നിമിഷം അന്നയുടെ നിലവിളി കേട്ട് ജോസഫിൻ്റെ ഉള്ളിലെ യഥാർത്ഥ മനുഷ്യൻ ഒരു നിമിഷം ഉണർന്നു. അന്നേ, ഓടിക്കോ എന്നവൻ പിടഞ്ഞുകൊണ്ട് പറഞ്ഞു. അത് കേട്ട ഫാദർ ഡൊമിനിക്ക് അലറി, അന്നാ, അവൻ ശക്തി നേടുന്നത് വേദനയിൽ നിന്നും ഭയത്തിൽ നിന്നുമാണ്. അതിനെ നശിപ്പിക്കാൻ സ്നേഹത്തിനേ കഴിയൂ. നിരുപാധികമായ സ്നേഹത്തോടെയുള്ള ഒരു ആത്മത്യാഗം. അവൾക്ക് കാര്യം മനസ്സിലായി. കരഞ്ഞുകൊണ്ട് അവൾ ഓടിച്ചെന്ന് ആ ചെകുത്താൻ്റെ രൂപത്തിലുള്ള ജോസഫിനെ ആലിംഗനം ചെയ്തു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ജോസഫ് എന്ന് മന്ത്രിച്ചുകൊണ്ട് കയ്യിലിരുന്ന കൂർത്ത കുരിശ് അവൾ സ്വന്തം ഹൃദയത്തിലേക്ക് ആഴ്ത്തിയിറക്കി. പിന്നെ ഒരു നിമിഷം ലോകം നിശ്ചലമായി. അന്നയുടെ ഹൃദയത്തിൽ ഒരു മഹാപ്രകാശം ഒരു സ്ഫോടനം പോലെ പുറത്തു വന്നു. ആ നിസ്വാർത്ഥമായ സ്നേഹത്തിൻ്റെ വെളിച്ചം താങ്ങാനാവാതെ ആ ഭീകര സ്വത്വം ഒരു കറുത്ത പുകയായി ജോസഫിൻ്റെ ശരീരത്തിൽ നിന്നും തെറിച്ച് ആ പ്രകാശത്തിൽ അലിഞ്ഞില്ലാതെയായി. മരകഷ്ണത്തിൻ്റെ പെട്ടി പൊട്ടിച്ചിതറി. പ്രകാശമണഞ്ഞപ്പോൾ അവിടെ 2 ശരീരങ്ങൾ ബാക്കിയായി. ബോധരഹിതനായി ജോസഫ്. അവൻ്റെ കൈക്കുള്ളിൽ മുഖത്തൊരു ശാന്തമായ പുഞ്ചിരിയോടെ മരിച്ചു കിടക്കുന്ന അന്ന. ചെകുത്താൻ പരാജയപ്പെട്ടു. പക്ഷെ ആ വിജയം നൽകിയത് അതിലും വലിയൊരു മുറിവായിരുന്നു. ജോസഫിനെ രക്ഷിക്കാൻ അവൻ്റെ ജീവനായ അന്നയ്ക്ക് സ്വയം ബലി നൽകേണ്ടി വന്നു. അവസാനം ജയിച്ചത് സ്നേഹമായിരുന്നില്ല, മരണമായിരുന്നു. അല്ലെങ്കിൽ സ്നേഹം കൊണ്ട് മരണത്തെ കീഴടക്കിയ ഒരു പെണ്ണിൻ്റെ കഥയായി ഇതിനെ നമുക്ക് വിളിക്കാം. അങ്ങനെ ഈ കഥ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഒന്ന് ലൈക്ക് ചെയ്തോളൂ, ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്തോളൂ. ലവ് യു ഓൾ, ബൈ.